ഭൂമിയിലേക്ക് ഒരു ഏലിയൻ ഷിപ്പ് നീങ്ങുന്നുണ്ടോ? ഹാർവാർഡ് ശാസ്ത്രജ്ഞൻ അബി ലോബിൻ്റെ ഞെട്ടിപ്പിക്കുന്ന അവകാശവാദങ്ങൾ. മനുഷ്യൻ എന്നേക്കുമായി അവസാനിക്കുമോ? 3i അറ്റ്ലസ് എന്നറിയപ്പെടുന്ന ഒരു വാൽ നക്ഷത്രം ജൂലൈയിൽ ആദ്യം ഭൂമിയുടെ സൗരയൂഥത്തിന് പുറത്ത് ഉത്ഭവിച്ചതാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അത് വാർത്തകളിൽ ഇടം നേടി. ഇത് നമ്മുടെ പ്രപഞ്ച പരിസരത്ത് ഇതുവരെ കണ്ടെത്തിയ 3 അറിയപ്പെടുന്ന നക്ഷത്രാന്തര വസ്തുക്കളിൽ ഒന്നായി മാറുന്നു. ബഹിരാകാശം എന്നത് നമ്മെ അമ്പരപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശാലവും നിഗൂഢവുമായ ഒരു വിസ്തൃതിയാണ്. രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ മിന്നിമറയുന്ന നക്ഷത്രങ്ങളെ കാണുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയിൽ പലതും നമുക്കൊരിക്കലും അറിയാൻ സാധ്യതയില്ല. സാധ്യതകൾ അനന്തമാണ്. ഏറ്റവും കൗതുകകരമായ ഗണിത ശാസ്ത്ര സാധ്യതകളിലൊന്ന് അന്യഗ്രഹ ജീവികളുടേതാണ്. നൂറ്റാണ്ടുകളായി പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നതിനെക്കുറിച്ച് പല ഗവേഷകരും ചർച്ച ചെയ്തിരുന്നു. തത്വചിന്തകർ മുതൽ ശാസ്ത്രജ്ഞർ വരെ. ഏതെങ്കിലും ഒരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് മറ്റൊരു ഗ്രഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിശബ്ദമായി ആശ്ചര്യപ്പെടുന്ന, ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. ഇത് വളരെ സജീവമായ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. 3i അറ്റ്ലസ് എന്താണ്? 3i അറ്റ്ലസ് എന്നറിയപ്പെടുന്ന ഒരു നിഗൂഢ വസ്തു അടുത്തിടെ ബഹിരാകാശത്ത് നിന്ന് കണ്ടെത്തി. അത് ഭൂമിയിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ രസകരമായ ചില അവകാശവാദങ്ങൾ 3i അറ്റ്ലസ് ഭൂമിയിലേക്കുള്ള യാത്രാമധ്യയുള്ള ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകമാണ് എന്നതാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചത് ഹാർവാർഡ് ശാസ്ത്രജ്ഞനായ അബി ലോബാണ്. അദ്ദേഹം വാദിക്കുന്നത് ഈ ഓബ്ജക്റ്റ് ഒരു വാൽ നക്ഷത്രമല്ല, മറിച്ച് അന്യഗ്രഹ ജീവികളുടെ, അതായത് ഏലിയൻസിൻ്റെ സർവൈലൻസ് ടെക്നോളജിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ലോകത്തെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. 3i അറ്റ്ലസ് ശരിക്കൊരു അന്യഗ്രഹ, ഒരു ഏലിയൻ ഷിപ്പ് ആണോ, അതോ വെറും ഒരു ബഹിരാകാശ വസ്തുവാണോ? 3i അറ്റ്ലസ് മണിക്കൂറിൽ 2,10,000 കിലോമീറ്റർ വേഗത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. ഏകദേശം 24 കിലോമീറ്റർ വീതിയുള്ള അതിൻ്റെ തിളങ്ങുന്ന വാതക ആവരണം നമ്മുടെ സൗരയൂഥത്തേക്കാൾ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കാം. ചില ശാസ്ത്രജ്ഞർ ഇത് വളരെ പുരാതനമായ ഒരു വാൽ നക്ഷത്രമാണെന്ന് കരുതുന്നു. എന്നാൽ മറ്റുള്ളവർ അത് സമ്മതിക്കുന്നില്ല. ഹാർവാർഡ് ശാസ്ത്രജ്ഞനായ അബി ലോബ് നടത്തിയ ഞെട്ടിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്താണ്? ഹാർവാർഡ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ അബി ലോബ് ഒരു സവിശേഷ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് കോളിളക്കം സൃഷ്ടിച്ചു. 3i അറ്റ്ലസ് ഒരുതരം തന്ത്രപരമായ അന്യഗ്രഹ അധിനിവേശ പദ്ധതിയായിരിക്കാമെന്ന് ലോബ് അവകാശപ്പെടുന്നു. ഈ അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം നിരീക്ഷണ ഉപകരണമായിരിക്കാം ഇതെന്ന് ലോബ് അവകാശപ്പെടുന്നു. ഇത് മനുഷ്യരാശിക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിമാന്മാരായ അന്യഗ്രഹ ജീവികൾ നിലവിലുണ്ടോ എന്നും അവർക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടാകാമെന്നും ആഗോളതലത്തിൽ താൽപ്പര്യത്തിനും ഭയത്തിനും കാരണമായ ചർച്ചയിൽ ഈ ഊഹാപോഹം കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജൂലൈ 17 പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ഡോക്ടർ ലാബ്, ആദം ഡ്രോൾ, ആദം ഇബാർഡ് എന്നിവർ എഴുതി, ഈ 3i അറ്റ്ലസിനെ കുറിച്ചുള്ള സിദ്ധാന്തം അത് ശരിക്കും ഒരു സാങ്കേതികമായ ടെക്നോളജിയാണ്. തികച്ചും അതൊരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു രൂപമാണ്. അതിന് സജീവമായി ഒരു ബുദ്ധിശക്തിയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്നാമതായി, അതിൻ്റെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായും സൗമ്യമായിരിക്കാം. അതല്ലെങ്കിൽ അവ ദോഷകരവുമായിരിക്കാം. അബി ലോബ് ആരാണ്? ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് അബി ലോബ്. ലോബ് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറും ഹാർവാർഡ് സ്മിത്തോണിയൻ സെൻറ്റർ ഫോർ ആസ്ട്രോഫിസിക്സിൻ്റെ ഡയറക്ടറുമാണ്. ഭൂമിയുടെ അടുത്തുള്ള അന്യഗ്രഹ സാങ്കേതികവിദ്യയുടെ തെളിവുകൾക്കായുള്ള പരീക്ഷണാത്മകമായ അന്വേഷണങ്ങൾ നടത്തുന്ന ഗലീലിയോ പ്രോജക്റ്റിന് ലാബ് നേതൃത്വം നൽകുന്നു. അന്യഗ്രഹ ബുദ്ധിയെക്കുറിച്ചും 3i അറ്റ്ലസ് പോലുള്ള നക്ഷത്രാന്തര വസ്തുക്കളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ചില ധീരമായ സിദ്ധാന്തങ്ങൾ അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹത്തിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. സ്വീകാര്യമായ ചിന്തയെ വെല്ലുവിളിക്കുകയും ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നിർവചനം വികസിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകൾ.
അവിലോബ് ഇസ്രായേലിലാണ് ജനിച്ചത്. 24 വയസ്സുള്ളപ്പോൾ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ PhD നേടി. പിന്നീട് അദ്ദേഹം പ്രിൻസ്റ്റണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ ദീർഘകാല അംഗമായി. ജ്യോതിശാസ്ത്രത്തിൽ മികച്ച ഗവേഷണം തുടർന്നു. തൻ്റെ കരിയറിൽ ഉടനീളം ലോബ് 131 ഇൻഡെക്സുള്ള 1000-ലധികം ശാസ്ത്രീയ പ്രബന്ധങ്ങൾ എഴുതിയതായി റിപ്പോർട്ടുണ്ട്. ഗവേഷണത്തിന് പുറമെ ലാബ് ജനപ്രിയ ശാസ്ത്ര പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളുടെ ആശയത്തെയും ഭൂമിക്കപ്പുറത്തുള്ള വിശാലമായ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനത്തെയും പരിഗണിക്കുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ആൻഡ് ഇൻറ്റർസ്റ്റെല്ലാർ എന്ന പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപകാല കൃതികളിൽ ഉൾപ്പെടുന്നു. മൊത്തത്തിൽ ലോബ് തൻ്റെ ഗവേഷണത്തിലൂടെ ശാസ്ത്രീയമായ അതിരുകൾ കടക്കുന്നത് തുടരുകയും പരമ്പരാഗത ചിന്തകരെ വെല്ലുവിളിക്കാൻ അദ്ദേഹം തലമുറകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മുമ്പ് 2011 മുതൽ 2020 വരെ അവിലോബ് ഹാർവാർഡിൻ്റെ ജ്യോതിശാസ്ത്ര വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്നു. കൂടാതെ ബ്ലാക്ക് ഹോൾ ഇനിഷ്യേറ്റീവ് ആരംഭിക്കാൻ അദ്ദേഹം സഹായിച്ചു. നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം ചിലിയിലെ റിയോ ഹുർട്ടാഡോയിലുള്ള നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന അറ്റ്ലസ്, അതായത് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം സർവേ ടെലസ്കോപ്പ് 2025 ജൂലൈ 1 3i അറ്റ്ലസ് എന്ന വാൽനക്ഷത്രത്തെക്കുറിച്ച് മൈനർ പ്ലാനറ്റ് സെൻറ്ററിലേക്കാണ് ആദ്യമായി നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് കണ്ടെത്തിയ മൂന്നാമത്തെ അറിയപ്പെടുന്ന വസ്തുവാണ് കോമറ്റ് 3i അറ്റ്ലസ്. അതിൻ്റെ പരിക്രമണ പാതയുടെ ഹൈപ്പർബോളിക് ആകൃതി കാരണം ജ്യോതിശാസ്ത്രജ്ഞർ ഈ വസ്തുവിനെ ഇൻ്റർസ്റ്റെല്ലാറായി തരംതിരിച്ചിട്ടുണ്ടെന്ന് നാസ റിപ്പോർട്ട് ചെയ്തു. ബഹിരാകാശ ഏജൻസിയുടെ അഭിപ്രായത്തിൽ കോമറ്റ് 3i അറ്റ്ലസ് ഭൂമിക്കൊരു ഭീഷണിയുമില്ല. അത് വളരെ അകലെയായിരിക്കാം. നമ്മുടെ ഗ്രഹത്തോട് ഏറ്റവും അടുത്തെത്താൻ കഴിയുന്ന ദൂരം ഏകദേശം 1.8 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് ഏകദേശം 170 ദശലക്ഷം മൈൽ അല്ലെങ്കിൽ 270 ദശലക്ഷം കിലോമീറ്ററാണ്. 3i അറ്റ്ലസ് 2025 ഒക്ടോബർ 30 സൂര്യനോട് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ഏകദേശം 1.4 AU, അതായത് 130 ദശലക്ഷം മൈൽ അല്ലെങ്കിൽ 210 ദശലക്ഷം കിലോമീറ്റർ അകലെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തും.